ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഏറെ പ്രത്യേകമായി നാം ധ്യാനിക്കുക മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്കുകളാണ്. ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ കഥയാണ് ചുരുക്കരൂപത്തിൽ ഇന്ന് കർത്താവ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു പിതാവ് തൻ്റെ ജനത്തെ എത്രയേറെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കൊച്ചു കഥയിലൂടെ വിവരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഉപേക്ഷിച്ച് തന്നെ ധിക്കരിച്ച് കടന്നുപോയ ആ ദാസരോട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അനുദിനം ശ്രമിക്കുന്ന യജമാനനെ കണക്ക് നാമും ആയിത്തീരണമെന്നൊരു ഓർമ്മക്കുറിപ്പ് കൂടി അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മുടെ ഒപ്പമുള്ളവരും കൂടെയുള്ളവരും നമ്മളെ പരിഹസിക്കുകയും വഴക്കു പറയുകയും തല്ലുപിടിക്കുകയുമൊക്കെ ചെയ്ത് കടന്നു പോകുമ്പോൾ അവരെയൊക്കെ നാശത്തിൻ്റെ വഴിയിലേക്ക് തള്ളിയിടാതെ മറിച്ച് മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടി നാം ഉദ്യമിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് ഇന്നിലൂടെ നമുക്ക് വിചിന്തനമായി നൽകുക. അതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ തള്ളിപ്പറഞ്ഞവരെയും എന്നെ ഉപേക്ഷിച്ചവരെയും അകറ്റി നിർത്താതെ അവരെ നിന്നിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ മനോഭാവം എന്നിലും ഉളവാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.